ചെന്നപ്പോഴേ എൻ്റെ മൊബൈൽ മേടിച്ചിങ്ങനെ എന്തൊക്കെ നോക്കിക്കൂടെ പറഞ്ഞ് ഇതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആരെങ്കിലും അങ്ങോട്ട് വിളിക്കാനും അറിയാം ഇങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാനും അറിയാം പിന്നെ ഞാൻ യൂട്യൂബ് ഒന്ന് കാണും പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അല്ലാതെ ഞാൻ അതിനകത്തൊന്നും നോക്കാറില്ല സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പിന്നെ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ കേട്ടില്ല അപ്പോൾ ഇവൻ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് ഒറ്റ അടി വെച്ച് കൊടുത്തു പിന്നെ മൂത്തിട്ട്. നിങ്ങൾ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചത്? സാറേ അത് ഞാൻ ഒന്ന് ബാങ്കിൽ പോയായിരുന്നു SBIയിൽ പോണ വഴിക്ക് എനിക്കൊരു മാല കിട്ടിയെന്നാണ് പറയണത്. വഴി കിടന്നൊരു മാല കിട്ടിയെന്നാണ് പറയണത്. ഇവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാല കിട്ടിയിട്ടില്ലെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ട് ഞാൻ പൈസ എടുത്തായിരുന്നു. അപ്പം എടുക്കണതാണ് ഇവർ കണ്ടത്. അപ്പോൾ എന്നോട് പറയണത് ഞാൻ മാല എടുത്തെന്നാണ് പറയണത്. അതാണ് സാറേ കാര്യം. ഒരു ചേച്ചിയുടെ മാലയാണ്. ആ ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായി. ഞാൻ വീട്ടിൽ ചെന്ന് കയറി ഉടനെ തന്നെ വന്നു. ഞാൻ എൻ്റെ ബാഗൊക്കെ ഇട്ട് തുറന്ന് കാണിച്ചു കൊടുത്തു. എനിക്ക് മാല കിട്ടിയില്ലെന്ന് തന്നെ ഞാൻ കിട്ടിയിട്ടുമില്ല. ഞാൻ പറയുകയും ചെയ്തു. തമ്പറമ്പിൽ വെച്ച് ഞാൻ SBIയിൽ പോയതാണ്. SBI ബാങ്കിൽ പോയതാണ്. എൻ്റെ ഈ ബാങ്കിലെ ബുക്ക് പഴയതായി. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് ഞാൻ അപ്പം തന്നെ പോരെ. അപ്പം എന്താ സോളാർ എടുക്കാനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ 20,000 രൂപ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. അപ്പം ഞാൻ ലക്ഷ്മിയിൽ വർക്ക് ചെയ്യുന്ന വെച്ചാണ്. അപ്പോൾ അവിടെ PFൻ്റെ വല്ല പെൻഷൻ കാശ് വന്നിട്ടുണ്ട് അത് നോക്കാമെന്ന് ഓർത്തപ്പോൾ ഞാൻ ഓർത്തേ എറണാകുളത്ത് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ ബാഗിൽ നിന്ന് പൈസ എടുത്തത്. അപ്പം ഞാൻ എറണാകുളത്ത് പോകണ്ട ഇവിടെ നിന്ന് നോക്കിയിട്ട് എറണാകുളത്ത് ആയാലും ഈ 2-3 മാസത്തെ പെൻഷൻ കാശേ കാണുള്ളല്ലോ. ഇവിടെ നോക്കിയിട്ട് പോകാമെന്നുള്ള ഒരു ഇതിൽ ഞാൻ പെൻഷൻ കാശ് ഇവിടെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ബാങ്കിൽ ചെന്ന് 5-10 മിനിറ്റോളം അവിടെ നിന്നോളൂ. അപ്പം തന്നെ ഞാൻ തിരിച്ചു പോന്നു. ഞാൻ അപ്പം അതിനോട് പറഞ്ഞു 14,000 രൂപ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു മോനെ ഇത്രയും കാശ് അമ്മച്ചിൻ്റെ ബാങ്കിലുണ്ട്, ഒരു 6,000 രൂപയും കൂടി മോനെ ഇടണമെങ്കിൽ 20,000 രൂപ. അപ്പം ഞാനിപ്പോൾ ബാങ്കിൽ പോയി ഇച്ചിരി പൈസ ഉള്ളത് എടുക്കണ്ടല്ലോ. അപ്പോൾ കൊച്ചു പറഞ്ഞ് ഞാൻ ഇടാമിച്ചെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് തിരിച്ച് പോരുകയും ചെയ്തു. അപ്പോൾ ഈ പോണ വഴിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി. ഞാൻ ഈ പൈസ എടുത്ത് അത് ശരിയാണ്, ഞാൻ കുമ്പിട്ടെടുത്തത് ശരിയാണ്. പക്ഷേ ഞാൻ മാലയല്ല സാറ് എടുത്തേക്കാം. മാല എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. പലതും പറഞ്ഞു എന്നോട്. എന്നിട്ട് പറഞ്ഞ് സാറ് പറയണത് വേറെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ഞാൻ കൊച്ചിനെ തള്ളേനെയും അകത്ത് കടത്തു എന്നൊക്കെ പറഞ്ഞു. ആ സാറാണ് പറഞ്ഞത്. സാറിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറേ. അങ്ങനെ പറഞ്ഞു. കൊച്ചിനെ അടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറെ കൊച്ചിനൊന്നും ചെയ്യല്ലേ, എന്നെ വേണമെങ്കിൽ എന്തെങ്കിലും. കൊച്ചിനെ കൈ വലിച്ചിങ്ങനെ അടിച്ച് സാറ്. ഞാൻ എന്തോ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അപ്പോൾ കൊച്ചതിന് മറുപടി പറഞ്ഞെന്ന് ഇല്ലാത്ത കേസിൽ കുടിക്ക് കൊച്ചിനെ അതിനകത്ത് കിടത്തും, കൊച്ചിൻ്റെ ഭാവി പോകും, പിന്നെ എന്തെന്നാ പാസ്പോർട്ട് എടുക്കലെല്ലാം ഒക്കെ ശരിയാക്കി തരാമെന്നൊക്കെ സാറ് ഇങ്ങനെ പറഞ്ഞു. കുറേ പറഞ്ഞു അതും ഇതൊക്കെ. പക്ഷെ എന്തൊക്കെയാണ് പറഞ്ഞത് തന്നെ എനിക്കാകെ മാല കിട്ടാത്തതിലും അവരുടെ സങ്കടമല്ല സാറേ. എന്തോരം കഷ്ടപ്പെടണം ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട്. മാലക്കാരല്ല നമ്മ എന്തോരം കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടവളാണ്. പിന്നെ നമ്മ ഒരാക്കട മുതൽ ഞാൻ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം തന്നെ ഇങ്ങോട്ട് പോന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ വന്ന് അനിയനോട് പറഞ്ഞു ഇങ്ങനെ കൊച്ചിനെ അടിച്ച കാര്യം പറഞ്ഞു.